അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ ഒന്നും നമുക്ക് ആർക്കും അറിയില്ല. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായ പല ആളുകളും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ നമുക്ക് കിട്ടുന്ന ഏതാനും ദിവസങ്ങളിലുള്ള അവസരങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. അത് പരമാവധി നേടിയെടുക്കാനുള്ള ശ്രമം നമ്മളിൽ നിന്നുണ്ടാകണം. പല ആളുകളും റമദാനിന്റെ അവസാന 10 മുതൽ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുക. പല ആളുകളും അവരുടെ തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് രാത്രി കാലങ്ങളിൽ പള്ളിയിൽ വന്നിരിക്കുകയാണ്. ചില ആളുകളൊക്കെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒറ്റയിട്ട രാവുകളിൽ വന്നിരിക്കുകയാണ്. അവരൊക്കെ അവിടെ ഖുർആൻ പാരായണങ്ങളിലൂടെയും ദിക്റുകളിലൂടെയും ദൈർഘ്യമുള്ള നിസ്കാരങ്ങളിലും ഒക്കെ പങ്കെടുത്തുകൊണ്ട് പരമാവധി പുണ്യങ്ങൾ കരസ്ഥമാക്കാനുള്ള ശ്രമത്തിലാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എന്നാൽ ഇങ്ങനെ പള്ളിയിലിരുന്ന് പുണ്യങ്ങൾ കരസ്ഥമാക്കേണ്ട ആളുകളെ പാടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കോയയിൽ നിന്ന് പരിണാമം സംഭവിച്ച് തങ്ങൾമാരൊക്കെ ആയ ചില ആളുകൾ, സ്വയം പ്രഖ്യാപിത മുഫ്തിമാരൊക്കെ ആയി മെനഞ്ഞു നടക്കുന്ന ചില ആളുകൾ പള്ളിയിൽ പുണ്യം പ്രതീക്ഷിച്ചിരിക്കേണ്ട ആളുകളെ പാടത്തേക്ക് കൊണ്ടുപോവുകയാണ്. അത്ഭുതകരമായ ഫലമാണ്. ഇല്ലാത്ത പോരിശ വല്ലാണ്ട് പൊലിപ്പിച്ച് പറഞ്ഞ് പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാൻ വേണ്ടി പുരോഹിതവർഗം നടത്തുന്ന കോപ്രായങ്ങൾ നാം തിരിച്ചറിയണം. 2002 മുതലാണ് നാം ഇത് കണ്ടുവരാൻ തുടങ്ങിയിട്ടുള്ളത്. അതിന് മുമ്പുള്ള ആളുകൾക്കൊന്നും ഇത് പരിചയമില്ല. സഹോദരങ്ങളെ, ഗൗരവത്തോടെ ആരാണ് ഇതിന് തുടക്കം കുറിച്ചത്? ആരാണ് ഇങ്ങനെ ഒരു മജ്ലിസ് സംഘടിപ്പിക്കാൻ പഠിപ്പിച്ചത്? സഹോദരങ്ങൾ, ഇങ്ങനെ ഒരു മജ്ലിസിലേക്ക് പോകാൻ വേണ്ടി ആരാണ് നമുക്ക് പഠിപ്പിച്ചത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല. സഹാബാക്കൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഉത്തമ തലമുറക്കാർക്ക് പരിചയമില്ല. നാലാലൊരു മദ്ഹബ് സ്വീകരിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകളോട് ഈ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ നമുക്ക് ഇങ്ങനെ ഒരു സലാത്ത് നഗർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. സഹോദര, ഗൗരവമാണ്. അവസരം നഷ്ടപ്പെടുത്തുകയാണ്, പുണ്യങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഗൗരവത്തോടെ ആലോചിക്കുക, ആര് പഠിപ്പിച്ചതാണ്? പരിശോധിച്ചു കഴിഞ്ഞാൽ ബോധ്യപ്പെടുന്നത് ഈജിപ്തിൽ മരിച്ചുപോയ അഹമ്മദ് ബദവി എന്നറിയപ്പെടുന്ന ഒരു സൂഫിയുടെ ജാറവുമായി ബന്ധപ്പെട്ടാണ് ഈ സ്വലാത്ത് നഗറിന് തുടക്കം കുറിച്ചത് എന്ന്. അതല്ലാതെ മുൻഗാമികൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ചതിയിൽ പോയി പെടരുത്. പുരോഹിതന്മാർ ഇത് അവരുടെ ഉദരപൂരണത്തിൽ നടത്തുന്ന പേക്കൂത്തുകൾ മാത്രമാണ്. ഈ സ്വലാത്ത് നഗറിന് ഇല്ലാത്ത പോരിശ വല്ലാണ്ട് നീട്ടിപ്പറഞ്ഞ പുരോഹിതവർഗം പാവപ്പെട്ട പാമര ജനതയെ പലതും പറഞ്ഞ് പറ്റിക്കുക. ഇതിന്റെ പിന്നിൽ സാമ്പത്തിക ചൂഷണം മാത്രമാണ് എന്ന് പുരോഹിതർ വർഗത്തിന്റെ സ്വലാത്ത് നഗറുമായി ബന്ധപ്പെട്ട് നടത്തിയ സംസാരങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. ജനലക്ഷങ്ങൾ മലപ്പുറത്ത് മഅദിൻ സ്വലാത്ത് നഗറിലേക്ക് ഒഴുകുകയാണ്. കാരണമെന്തേ? അവിടെ വലിയ സ്വലാത്ത് മജ്ലിസ്, അത്ഭുതകരമായ ഫലമുള്ള സ്വലാത്ത് മജ്ലിസ്. ഒരു സ്വലാത്ത് മജ്ലിസ്, 27-ാം രാവിന്റെ ഒരു സ്വലാത്ത് മജ്ലിസ്. ഞാനന്ന് തിരുവരങ്ങാടി താഴേച്ചനയിലാ നിൽക്കുന്നത്. സ്വലാത്തിന്റെ തലേ ദിവസം എന്റെ നാട്ടുകാരനായ അബ്ബാസ് ഹാജി എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 10,000 രൂപ നാളെ തങ്ങളെ കയ്യിൽ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുവോ? എന്റെ ശരീരം മൊത്തം വലിയ വേദനയാണ്, ഞാൻ വേദനയിൽ കിടന്ന് പെടയാണ്. അദ്ദേഹം മക്കത്ത് നിന്നാ വിളിക്കുന്നത്, വല്ലാത്ത പ്രയാസത്തിലാണുള്ളത്. ഉസ്താദിനോട് ഈ വിവരം പറയലോടെ 10,000 രൂപ നിങ്ങൾ സ്വലാത്തിന് കൊടുക്കോ എന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. പിറ്റേ ദിവസം സ്വലാത്തിന്റെ അന്ന് രാവിലെ ഞാൻ ഉസ്താദിന്റെ അടുത്ത് ചെന്നു. 10,000 രൂപ ഞാൻ കൊടുത്തു. അബ്ബാസ് എന്ന സഹോദരൻ, എന്റെ നാട്ടുകാരനും അയൽവാസിയും, അദ്ദേഹത്തിന് ശരീരമാസകരം ശക്തമായ വേദനയാണ്, ദുആക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലാ നിങ്ങളോട് പറയട്ടെ, ആ സ്വലാത്ത് മജ്ലിസ് കഴിയുമ്പോ അദ്ദേഹത്തിന്റെ വേദന മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വേദന മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പിന്നീട് അങ്ങനെ ഒരു വേദന ജീവിതത്തിൽ വന്നിട്ടില്ല. മഅദിൻ സ്വലാത്തിന് അത്ഭുതകരമായ ഫലമാണ്. സഹോദരങ്ങളെ, നാം സമ്പാദിച്ച സമ്പത്ത് അള്ളാഹു തന്ന ഔദാര്യമാണ്. അത് ഹലാലായ മാർഗത്തിൽ മാത്രം നാം വിനിയോഗിക്കുക. സഹോദരങ്ങളെ, നമ്മുടെ സമയവും വിലപ്പെട്ടതാണ്. പടച്ച റബ്ബിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന രൂപത്തിൽ മാത്രം നമ്മൾ അതിന് വിനിയോഗിക്കുക. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. അത് കരസ്ഥമാക്കാൻ വേണ്ടി നാം എന്ത് ചെയ്യണമെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് നാം ചെയ്യുക. ഇത്തരം പുരോഹിത നിർമ്മിത വ്യാജ സദസ്സുകളിൽ പോയി നമ്മുടെ സമയം കൊല്ലരുത്. വിദഅത്തുകളിൽ നമ്മൾ പോയി പെടരുത്. ശിർക്കും കുഫറും കലർന്ന വിശ്വാസത്തിന്റെ പിന്നാലെ നാം പോകരുത്. ഈ പരിശുദ്ധ റമദാൻ പൂർണ്ണാർത്ഥത്തിൽ പുണ്യങ്ങൾ വാരിക്കൂട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.